CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിലേക്ക് പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഉണ്ട്. അടിയന്തരമായ നോട്ടീസ് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം സ്പീക്കർക്കുണ്ട്. എന്നാൽ സഭയിലെ പ്രതിഷേധത്തിന് ശേഷം സ്പീക്കറുടെ ഓഫീസ് ഉപയോഗിക്കുക എന്നത് കേരളത്തിന്റെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കാവലാളാണ് സ്പീക്കർ എന്നാണ് പൊതുവെയുള്ള അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തന രീതിയാണ്. സ്പീക്കറുടെ ഓഫീസ് ഉപയോഗിച്ചതിൻ്റെ സമീപനം, ആ തരത്തിലുള്ള ഒരു നിലപാട് ജനാധിപത്യ പ്രക്രിയയോടുള്ള UDFന്റെ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത്. പിന്നെ സ്പീക്കറുടെ മുഖം കാണാത്ത രീതിയിൽ, കാണാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിച്ച് ബാനർ ഉയർത്തിപ്പിടിക്കുക, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉപയോഗിക്കുക, സ്പീക്കർക്ക് സുരക്ഷ ഒരുക്കിയ വാച്ച് ആൻഡ് പവർ വർദ്ധിക്കുക, ഇതൊന്നും സത്യം പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. മോഡിയുടെ ജനാധിപത്യ ഹത്യ അതേപടി പ്രതിപക്ഷം കേരളത്തിലും പകർത്തുകയാണ്. ഈ ജനാധിപത്യ ഹത്യക്കെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എല്ലാ മതനിരപേക്ഷ ജനാധിപത്യവാദികളും പ്രതിഷേധത്തിൽ അണിചേരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളം പോലെ ഏറ്റവും നന്നായി നിയമസഭാ സമ്മേളനം ചെയ്യുന്ന സഭകൾ ഇന്ത്യയിൽ തന്നെ പറയില്ല എന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം അലങ്കോലപ്പെടുത്താൻ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ രീതിയെ തന്നെ അപമാനിക്കുന്ന സമീപനമാണ് കുറച്ച് ദിവസമായിട്ട് അസംബ്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അസംബ്ലിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിൽ ഇന്നലത്തെ പത്രസമ്മേളനം ഞങ്ങൾ പറഞ്ഞതാണ്. അസംബ്ലിക്കകത്ത് തന്നെ പുതിയ മന്ത്രിസഭയും സ്പീക്കറും ഒക്കെയായിട്ട് ചർച്ചയും അതിൻ്റെ മേലെ മറുപടിയൊക്കെ നടത്തുക എന്നുള്ളത് ഇന്നേ വരെ കേരള അസംബ്ലിയിൽ ഉണ്ടായിട്ടില്ല. അതിനെ വാനോളം പുകർത്താനും അതിനെ വലിയ രീതിയിൽ പിന്തുണ നൽകാനും മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചപ്പോഴാണ് അതിനേക്കാൾ മോശമായ രീതിയിലുള്ള സ്പീക്കറുടെ ഓഫീസിൻ്റെ മേലെ കയറ്റം, അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള വലിയ പ്രതിഷേധമൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരിയായ ഒരു നിലപാടല്ല. മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അവരിതിനെ പിന്തുണ നൽകുന്നതാണ് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തീപിടുത്തമുള്ളതിനെക്കുറിച്ച് വിജിലൻസ് ഉൾപ്പെടെ സമഗ്ര അന്വേഷണം ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 3 തരം അന്വേഷണമാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ പഴുതും അടച്ചുകൊണ്ട്, ഒന്ന് പോലീസിൻ്റെ അന്വേഷണമാണ് ക്രിമിനലായിട്ടുള്ള സംഭവം സംബന്ധിച്ച്, മറ്റൊന്ന് വിദഗ്ധ സമിതിയുടെ അന്വേഷണമാണ്, മറ്റൊന്ന് വിജിലൻസ് അന്വേഷണം. ഈ 3 അന്വേഷണങ്ങളും ത്രിതല അന്വേഷണം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് കൂടി സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഏതായാലും ഈ അടച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി പോയി നല്ലപോലെ പ്രശംസിച്ചിരിക്കുക. ലോകത്തിൻ്റെ പല ഭാഗത്തും എത്രയോ മാസങ്ങൾ കൊണ്ട് ഈ അണച്ച സംഭവം പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 10 ദിവസം കൊണ്ടെങ്കിലും നമുക്ക് അത് അണക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മത്സ്യമേഖലയെ തകർക്കുന്നതും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും വലിയ രീതിയിൽ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം ഇപ്പോഴ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ഇത് കേരളത്തിൽ
പ്രതിപക്ഷത്തിനെതിരെ എം വി ഗോവിന്ദൻ പ്രതികരിക്കുകയായിരുന്നു. UDFന് അസഹിഷ്ണുതയാണെന്നാണ് എം വി ഗോവിന്ദൻ പ്രസ്താവിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിലെ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിയമസഭയെ സംഘർഷ വേദിയാക്കുകയാണെന്ന് സ്പീക്കറുടെ പ്രവർത്തിക്കുവാൻ പ്രതിപക്ഷം അനുവദിക്കില്ല എന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി.